ഹലോ! അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മഹാലക്ഷ്മിയെ നമ്മുടെ കമ്പനിയിൽ കൊണ്ടുവന്നിട്ട് ഒരു പുതിയൊരു ക്യാബിനൊക്കെ ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ കണ്ണൻ. എന്തിന്റെ പേരിലാണ്? നമ്മുടെ അനിയത്തി കരുണയ്ക്ക് നമ്മുടെ മഹാലക്ഷ്മി നല്ലത് ചെയ്തിട്ട് പോലും മഹാലക്ഷ്മിക്ക് കുറെ ചീത്ത കേൾക്കേണ്ടി വന്നല്ലോ. അതിന് ഒരു പരിഹാരം എന്നോണമാണ് നമ്മുടെ കണ്ണന്റെ ഈ ഒരു ഗിഫ്റ്റ് നമ്മുടെ മഹാലക്ഷ്മി കേട്ടപ്പോ കണ്ണൻ പറയുന്നുണ്ട്, മഹി ഇന്നു മുതൽ ഇവിടെ ആയിരിക്കണം, ഞാനില്ലാത്തപ്പോൾ ഈ ഓഫീസ് മാനേജ് ചെയ്യേണ്ടത് മഹിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മഹിയെ നമ്മുടെ സ്വന്തം മഹാലക്ഷ്മി ആ ക്യാബിനിലൊക്കെ ഇരുത്തുന്നൊക്കെയുണ്ട്. അതിനുശേഷം നമ്മുടെ സാഗർ വരുന്നുണ്ട്. അപ്പൊ സാഗർ വരുമ്പോൾ ജോലിക്കാരെല്ലാരും പറയുന്നുണ്ട്, ആ ഒരു കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ പറയുന്നുണ്ട്, ഓ സാഗറിന്റെ ഡ്രസ്സൊക്കെ കൊള്ളാലോ, ഭയങ്കര അടിപൊളിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട്, ആ ഇതെനിക്ക് മാഡം എടുത്തു തന്നതാണ്, മാഡത്തിന്റെ കൂടെ ഷോപ്പിൽ പോയപ്പോൾ മാഡം എനിക്ക് എടുത്തു തന്ന ഡ്രസ്സാണ്, മാഡം തന്നെ സെലക്ട് ചെയ്തതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് അവര് പറയുന്നത്, ആ മാഡം ഇന്നു മുതൽ സ്പെഷ്യൽ ക്യാബിനിലൊക്കെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ സാഗറിന്, ഓഹ് എന്നാ പിന്നെ എനിക്ക് നീ പണിയൊക്കെ എളുപ്പമായി, കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണമൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടൊക്കെ കയറി ചെല്ലാലോ എന്ന് നമ്മുടെ സാഗർ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ ക്യാബിനുള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി ആദ്യമൊന്നും ആ സാഗർ എത്തിയോ എന്ന് മാത്രം ചോദിക്കുന്നൊക്കെ ഉള്ളു കേട്ടോ. അതിനുശേഷം നമ്മുടെ സാഗർ പറയുന്നുണ്ട്, മാഡം എന്നെ ഒന്ന് സൂക്ഷിച്ച് നോക്ക്, എന്നെ കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നണില്ലേ എന്ന് പറയുമ്പോഴാണ് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നത്, ആ ഇത് ഞാൻ സെലക്ട് ചെയ്യുന്ന ഡ്രസ്സാണല്ലേ, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ സാഗറിനെ ഭയങ്കരമായിട്ടൊക്കെ ഇങ്ങനെ പൊക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സാഗറിന്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ആ പതുക്കെ ഞാൻ നിന്നെയും സ്വന്തമാക്കോടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സാഗർ ഇങ്ങനെ ഉള്ളില് നമ്മുടെ മഹാലക്ഷ്മി നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നൊക്കെയാണ്. പക്ഷെ മഹാലക്ഷ്മി ഒന്നും മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ മഹാലക്ഷ്മിയുടെ രണ്ടാനച്ഛൻ രണ്ടാനച്ഛൻ കയറി വരുന്ന കേട്ടോ. അപ്പൊ അത് രണ്ടാനച്ഛന്റെ കണ്ണില് ഇത് നമ്മുടെ മഹാലക്ഷ്മിയുടെ കാമുകനാണല്ലോ അല്ലെ. അപ്പൊ നമ്മുടെ രണ്ടാനച്ഛൻ നമ്മുടെ സാഗറിന് ചീത്തയൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യാബിനുള്ളിൽ നിന്ന് ഇറക്കിയൊക്കെ വിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക് നേരെ കുറെ ഇങ്ങനെ ചീത്ത വിളിച്ച് മയത്തോട്ട് കയറുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല്, നീ കാരണം എന്റെ മോളിപ്പോ വീട്ടിലാടി, നിനക്കറിയോ, അവളെ സേവിക്കാൻ വേണ്ടി ഞാൻ അവളുടെ കൂടെ നിന്നെയും കൂടി വിവാഹം കഴിപ്പിച്ച് വിട്ടത്, എന്നിട്ട് കാര്യങ്ങളൊക്കെ നേരെ തലതിരിച്ചായി. അവളിപ്പോ ആ വീട്ടില് നീയാണെങ്കിൽ മഹാറാണിയെ പോലെ ഇവിടെ വന്ന് ഇരിക്കുവല്ലേ, ഇപ്പൊ ദാ കാമുകന്റെ കൂടെ ചുറ്റിക്കറങ്ങി നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തും പറഞ്ഞു, പക്ഷെ എന്റെ കണ്ണേട്ടനെ മറന്ന് വേറൊരാളെ ഞാൻ മനസ്സിൽ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ അത് ഞാൻ സഹിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്ഛൻ നമ്മുടെ മഹാലക്ഷ്മി തല്ലാനൊക്കെ ഇങ്ങനെ പോകുന്നൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ കണ്ണൻ ഇതൊക്കെ ക്യാമറയിൽ കൂടി കാണുന്നുണ്ട്. അപ്പൊ കണ്ണൻ വേഗം തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ അച്ഛനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ എന്റെ മുമ്പിൽ വന്ന് പറയണം, അവിടെ കയറിയല്ല ബഹളം ഉണ്ടാക്കണ്ടേന്ന് പറയും. അപ്പൊ തന്നെ നമ്മുടെ അച്ഛനാകെ ദേഷ്യം പെടുന്നുണ്ട്, ഓ നിന്റെ മുറിയിലോട്ട് കയറിയപ്പോ തന്നെ നിന്റെ ഭർത്താവ് അവിടെ കൂടി ക്യാമറയിൽ കണ്ടു, ഞാൻ അവനെയും കൂടി ഒന്ന് ചെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കണ്ണന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ചെയ്തു വെച്ചത് കാരണം എന്റെ മകളുടെ ജീവിതമാണ് പോയതെന്നൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, അതിന് ഉത്തരവാദി നിങ്ങളും മുത്തശ്ശിയും തന്നെയാണ്, അവൾ ഇത്ര അഹങ്കാരിയായിട്ട് വളർത്തിയ നിങ്ങളല്ലേ, മഹാലക്ഷ്മി കണ്ടുപഠിക്കുക, അവളുടെ അമ്മ അവളെ നല്ല രീതിയിലുള്ള ഒരു പെണ്ണാക്കി തന്നെ വളർത്തിയിരിക്കുന്നതൊക്കെ പറഞ്ഞ് കുറെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ അച്ഛൻ നമ്മുടെ കണ്ണനെ നോക്കി ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗമാട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡ് എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ എന്തായിരിക്കും ആ നോട്ടത്തിൽ തന്നെ നമുക്കറിയാം, കണ്ണനെ തീർത്ത് കളയാനുള്ള അത്ര പക അങ്ങേർക്കുണ്ട്. അപ്പൊ തീർത്ത് കളയാൻ തന്നെയാണ് ഇനി ലക്ഷ്യവും. അപ്പൊ ഇനി അതെങ്ങനെയൊക്കെ ആയിരിക്കും, ഒരു അപകടം വരുത്തി കണ്ണൻ ഇല്ലാതാക്കാൻ തന്നെയാണ് അയാളുടെ മനസ്സിലെ ആ ഒരു എന്താ പറയാ ഉദ്ദേശം കേട്ടോ. അപ്പൊ അതൊക്കെ എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്നത്, എന്തൊക്കെ ദുരന്തങ്ങളായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയിൽ ഇനി വരാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ മഹാലക്ഷ്മി മഹാ എപ്പിസോഡാട്ടോ, 9 മണി മുതൽ 10 മണി വരെ 1 മണിക്കൂർ നീണ്ട മഹാ എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെ സംഭവ ബഹുലമായ കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.